ഓക്കെ, വിദ്യാസാഗർ. എനിക്ക് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ബലദേവ് സാറിനെ ഒരു കാരണവശാലും അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കണക്കാക്കുന്നത് ബലദേവ് സാറ് എന്തായാലും ബലദേവ് സാറ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തെന്നറിയോ, അദ്ദേഹം പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ നമ്മുടെ ഹരി സാർ പറഞ്ഞല്ലോ, അതായത് പാഞ്ഞാളിൽ നടന്ന യാഗങ്ങളെ പറ്റി പഠിച്ച് വളരെ ശാസ്ത്രീയമായി പുസ്തകം എഴുതിയ ഒരു പ്രൊഫസറാണ് ജോഹാൻ ഫ്രിറ്റ്സ്റ്റോൾ. അയാൾ ആംസ്റ്റർഡാംകാരനാണ്. 2012 മരിച്ചു. അദ്ദേഹം വളരെ വിശദമായിട്ട് എന്താണ് യാഗം എന്ന് വളരെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പെൻഗ്വിൻ ബുക്സ് ആണ്, വേൾഡ് വൈഡ്. ഫ്രിറ്റ്സ്റ്റോളിന്റെ പുസ്തകം. അപ്പൊ അവരൊക്കെ വളരെ വലിയ പണ്ഡിതന്മാരാണ്, പ്രൊഫസേഴ്സ് ഓഫ് സോഷ്യോളജി ആൻഡ് ഫിലോസഫി. അവരെല്ലാം പഠിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കൊടിമരവും യാഗവും നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിച്ചതിനോട് മറുപടി പെട്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന മഹാക്ഷേത്ര മാതൃകകളെല്ലാം തന്നെയും യജ്ഞത്തിന്റെ പുനരാവിഷ്കരണമാണ്. ഇത് വളരെ സത്യമായ കാര്യമാണ്. കാരണം കൊടിമരം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു സ്ഥലത്ത് യാഗം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ നമ്മൾ പോയിട്ട് ഒരു വലിയ കവുങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ നടും. യാഗം നടക്കുന്നതിന് മുമ്പ് പണ്ട് മുതലേ ഇന്ന നാട്ടിൽ യാഗം നടക്കുന്നുണ്ട്, ദൂരത്തുള്ള ആളുകൾക്ക് ഇവിടെ അഗ്നി കാര്യം നടക്കുന്ന അറിയിപ്പാണ് ആ കൊടിമരം ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. അന്ന് ഈ കൊടിമരം വെക്കും. എന്തിനാണ്? അതിന്റെ മേലെ അഗ്നി ജിഹ്വയുടെ ആകൃതിയിൽ, അതായത് അഗ്നിയുടെ ജിഹ്വയുടെ ആകൃതിയിൽ തീനാവ് പോലെയുള്ള ഒരു കൊടി കയറ്റും. എന്നിട്ട് അതെന്തിനാണ്? ചുറ്റുമുള്ള ആളുകൾക്ക് അറിയണം ഇവിടെയാണ് യാഗം നടക്കുന്നത് എന്ന്. അപ്പൊ അന്ന് കാലത്ത് യജ്ഞത്തിന്റെ കാലം, അതായത് ക്ഷേത്രങ്ങൾ വരുന്നതിന് മുമ്പുള്ള മാതൃകയില് യജ്ഞകാലഘട്ടത്തിൽ അഗ്നി കാര്യം നടന്നിരുന്ന നടുവിലുള്ള ആ മുഖ്യമായ അഗ്നി വെച്ചിരിക്കുന്ന ഇടത്തെയാണ് ഇപ്പോൾ ശ്രീകോവിൽ എന്ന് വിളിക്കുന്നത്. അവിടെ നടുവിലുള്ള ബിംബം ശരിക്കും അഗ്നിയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ബിംബത്തിലേക്ക് ചെയ്യുന്ന പൂജകൾ പോലും, അത് ശ്രീകൃഷ്ണന്റെ ബിംബമായിക്കോട്ടെ, ശിവലിംഗമായിക്കോട്ടെ, കാളി ആയിക്കോട്ടെ, ആ വിഗ്രഹത്തിലൂടെയാണ് പൂജ ചെയ്യുന്നത്. അപ്പൊ പൂജ ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന മന്ത്രം എന്താണ്? ത്വയി സംപൂജയാം ഈശം എന്നാണ്. നിന്നിലൂടെ ഞാൻ ഈശ്വരനെ പൂജിക്കുന്നു എന്നാണ്. ആ വിഗ്രഹം ഒരു ഉപാധിയാണ്. ആ ഉപാധിയിലൂടെ എന്തിനാണ് കൊടുക്കുന്നതൊക്കെ? അതുകൊണ്ട് പൂജ ചെയ്യുമ്പോൾ പൂജകൻ ക്ഷേത്രത്തിനകത്ത് എല്ലാ മന്ത്രങ്ങളും സ്വാഹാകാരത്തോട് വെച്ചിരിക്കുന്നു. സ്വാഹാകാരത്തോട് കൂടി ഒരു സാധനം ചെയ്താൽ അതിന്റെ അർത്ഥം അത് അഗ്നിക്കുള്ളതാണെന്നാണ്. സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രം അഗ്നിക്കുള്ളതാണ്. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ യജ്ഞഭൂമിയിൽ യജ്ഞം ചെയ്തിരുന്നതിന് തുല്യമായിട്ട് അതേ ക്രിയകളെ നിത്യാരാധനയാക്കി മാറ്റിയതാണ് ക്ഷേത്രസങ്കല്പം. ഇപ്പൊ കൊടിമരം എന്ന് പറയുന്നത് അകത്ത് അഗ്നി കാര്യം നടക്കുന്നു എന്നുള്ള അറിയിപ്പാണ്. ഇവിടെ അകത്ത് അഗ്നിക്ക് സമാനമായ പ്രാണപ്രതിഷ്ഠയിലൂടെ അഗ്നി കൊളുത്തിയ ഒരു ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നു, ആ യജ്ഞം നിത്യം നടക്കുന്നു കാണിക്കാനാണ് ഇളകാതെ മാറ്റാത്ത കൊടിമരം വെക്കുന്നത്. അപ്പോൾ ആ കൊടിമരം ഇളകിയാൽ, ഇപ്പൊ ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ലയിൽ ഇടിമല്ല് കൊണ്ട് കൊടിമരം വീണിരുന്നു, ഓർക്കുന്നുണ്ടാവും. അങ്ങനെ കൊടിമരം വീണാൽ അത് വളരെ പ്രധാനമായ അഗ്നി കാര്യത്തിന് വന്ന ലോപമായിട്ടാണ് ദൈവജ്ഞന്മാർ കണക്കാക്കുക. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകൾ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രശ്നം വെക്കുക എന്നുള്ളത് വളരെ സ്വാഭാവിക കർമ്മമാണ്. അതിനും പൂർവിക യജ്ഞങ്ങൾക്കും വളരെ വലിയ ബന്ധമുണ്ട്. കാരണം അന്ന് നടന്നിരുന്ന യജ്ഞങ്ങളുടെ പുനരാവിഷ്കരണം മാത്രമാണ് ഇന്നത്തെ ക്ഷേത്രങ്ങൾ. അത് അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു വിഷയം പറഞ്ഞത്, അതായത് സനാതന ധർമ്മം എന്നത് ശങ്കരാചാര്യർക്ക് മുമ്പ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ, ശങ്കരാചാര്യർ അവിടുത്തെ ഭാഷ്യത്തിൽ, ഗീതയുടെ ഭാഷ്യത്തിൽ മഹാഭാരതത്തിൽ നിന്ന് തന്നെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യം ഉപോദ്ഘാതത്തിലും തുടർന്നുള്ള ശ്ലോകങ്ങളിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. പാണ്ഡവരെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കൗരവരെ പറ്റി പറയുമ്പോൾ, വ്യാസാചാര്യരെ പറ്റിയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ആചാര്യസ്വാമികൾ പൂർവ്വ മഹാഭാരത കാലഘട്ടത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗീത വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഓരോ ശ്ലോകവും. അപ്പൊ മഹാഭാരതത്തിൽ ഉള്ളതല്ല ഗീത എന്നത് മഹാനായ ശങ്കരാചാര്യർ എവിടെയും പറഞ്ഞിട്ടില്ല, ശ്രീനാരായണ ഗുരുസ്വാമികളും പറഞ്ഞിട്ടില്ല, ചട്ടമ്പി സ്വാമികളും പറഞ്ഞിട്ടില്ല, രമണ മഹർഷിയും പറഞ്ഞിട്ടില്ല, ശ്രീ ഒറബിന്ദോ, ലോകം കണ്ട ഏറ്റവും വലിയ മനീഷിയായ ശ്രീ ഒറബിന്ദോ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ കേൾക്കണ്ട. സുനിൽ ഇളയിടത്തെ പോലെ പിൻവാതിലൂടെ വ്യാജ ഡോക്ടറേറ്റ് സമ്പാദിച്ചു എടുത്തിട്ട് പുസ്തകം വായിച്ചിൽ ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി എന്നേ പറയാൻ പറ്റുള്ളൂ. ആ വാദം അവിടെ നിൽക്കട്ടെ. ഇനി രാമായണത്തിന് മുൻപ് ഹിന്ദുമതമുണ്ടോ എന്ന് ചോദിച്ചാൽ, രാമായണത്തിൽ പലയിടങ്ങളിൽ ഈ ദശരഥ മഹാരാജാവ് നടത്തുന്ന യാഗങ്ങളും യജ്ഞങ്ങളും, പുത്രകാമി ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടാപൂർത്തത്തിനായിക്കൊണ്ട് ചെയ്യുന്ന, നമുക്കൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ യജ്ഞത്തെയാണ് ഇഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ പുത്രകാമേഷ്ടി ചെയ്തുവല്ലോ ദശരഥ മഹാരാജാവ്. ആ ഇഷ്ടി എവിടുന്ന് വന്നു? വൈദികമാണത്. അതായത് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദശരഥ മഹാരാജാവ് അടക്കമുള്ളവർ പിൻപറ്റിയിരുന്ന ഏത് ധർമ്മത്തെയാണ്?
വേദധർമ്മത്തെയാണ്. ആ വേദധർമ്മത്തിൽ 2 വഴികൾ പറയുന്നു. ഒന്ന് പ്രവൃത്തി മാർഗം, അത് പ്രജാപതിയുടെ മാർഗം. 2 നിവൃത്തി മാർഗം, അത് സനകാദികളുടെ മാർഗം. അങ്ങനെ പ്രവൃത്തിയും ജ്ഞാനവും സമ്മേളിച്ചുകൊണ്ട് പോകുന്ന ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. അപ്പൊ ഈ പ്രവൃത്തി മാർഗത്തിനുള്ള നിയമങ്ങൾ, നിവൃത്തി മാർഗത്തിലുള്ള നിയമങ്ങൾ രണ്ടും രണ്ടാണ്. ഈ രണ്ടിനെയും ഗീത ഒരുമിച്ച് പരാമർശിക്കുന്നത് കൊണ്ട് ഗീതയെ വേദസാരമെന്ന് വിളിക്കുന്നു. ഞാൻ വിളിച്ചതല്ല, ഗുരുമൂർത്തി വിളിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാം. ഇത് വിളിച്ചിരിക്കുന്നത് ജഗദ്ഗുരു ശങ്കരാചാര്യരാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. ഈ ഗീതാശാസ്ത്രം മുഴുവൻ വേദത്തിന്റെയും സാരത്തെ കടഞ്ഞെടുത്ത നവനീതമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. ഇപ്പൊ വേദം മുതലുള്ള എല്ലാ പൂർവ്വ ഗ്രന്ഥങ്ങളുടെയും പിന്നെ സക്സിൻറ്റ് ഐഡിയാണ്, ക്വിൻറ്റ് എസെൻസ് ആണ് ശ്രീമദ് ഭഗവത്ഗീത തരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ഗീത പഠിക്കാൻ കാരണം. ഇതിൽ വേദത്തിൽ പരത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊന്നും വേറെ വേറെ അല്ല. രാമായണം വേറെ, ഗീത വേറെ എന്തോ പറയുന്നു, മഹാഭാരതം വേറെ എന്തോ പറയുന്നു, അങ്ങനെയല്ല. വൈദികമായ ആശയങ്ങളെയാണ്, ഈ പ്രവൃത്തി നിവൃത്തി മാർഗത്തിലെ ധർമ്മങ്ങളെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, അതിനാണ് ഗൃഹ്യസൂത്രങ്ങൾ. കുടുംബത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറണം, അതിഥി വന്നാൽ എങ്ങനെ സ്വീകരിക്കണം, ആരോട് എങ്ങനെ പെരുമാറണം, ഇത്തരം വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ഗൃഹ്യസൂത്രങ്ങളിൽ. അപ്പം യജ്ഞം ചെയ്യണം, കൽപ്പം എങ്ങനെ യജ്ഞം നടത്തണം, എന്തൊക്കെ യജ്ഞത്തിൽ എന്തൊക്കെ ശേഖരിക്കണം, കൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഉച്ചരിക്കേണ്ടത് എങ്ങനെ, വ്യാകരണം എങ്ങനെ, ശബ്ദശാസ്ത്രം എങ്ങനെ, ഇത് കൃത്യമായിട്ട് നിരുക്തം പറയുന്നു വേദത്തിലെ 6 അംഗങ്ങളിൽ ജ്യോതിഷം അടക്കമുള്ള 6 അംഗങ്ങൾ പറഞ്ഞത് തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളിലും അപ് ടു ഭഗവത്ഗീത എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ സനാതന ധർമ്മത്തിന് എവിടെയും വിച്ഛിത്തി വന്നിട്ടില്ല, മുറിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. എന്താണോ വൈദിക ഋഷി അഗ്നിമീഡ എന്ന് പറഞ്ഞു തുടങ്ങിയത്, അത് മുതൽ ഗീതയിലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ വരെയുള്ള കാര്യങ്ങളിലെല്ലാം ഒഴുകുന്നത് ഒരേ സനാതന ധർമ്മത്തിന്റെ ആശയമാണ്. ഈ ആശയം അല്ലാതെ ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത്? ഈ ആശയം അല്ലാതെ ഒറ്റ ശ്ലോകത്തിൽ, അതായത് അനുകമ്പ ദർശകം എന്ന ഒരൊറ്റ കൃതിയിൽ മാത്രമാണ് ശ്രീനാരായണ ഗുരു ഇതര മതങ്ങളെ പരാമർശിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ഈ വൈദികമായ നിവൃത്തി മാർഗത്തിന്റെ ചിന്തയിലുള്ളതാണ്. ശങ്കരാചാര്യർ നിവൃത്തി മാർഗത്തിന്റെ ആചാര്യനാണ്, സന്യാസാചാര്യനാണ്. അപ്പോ അവിടെ അദ്വൈതം എന്ന പരമോത്കൃഷ്ടമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സകല ജീവജാലങ്ങളും ഒരേ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ജാതി ചിന്തയുടെ ഒന്നും ഒരു കറ പോലും ഏൽക്കാത്ത അത്രയും ഉയർന്ന സിദ്ധാന്തം പഠിപ്പിച്ച ശങ്കരാചാര്യർ അതേ സിദ്ധാന്തമാണ് താനും പറയുന്നത് എന്ന് പറഞ്ഞ് നാരായണ ഗുരു എങ്ങനെ അഹിന്ദു ആവും? ഒരിക്കലും ആവില്ല. മാത്രമല്ല, ഹിന്ദു ആയതുകൊണ്ടാണ്, സനാതനധർമ്മി ആയതുകൊണ്ടാണ് അദ്വൈതം എന്ന ആശയം അദ്ദേഹത്തിന് കിട്ടിയത്. അല്ലാതെ ആകാശത്തിൽ ദൈവം ഇരിക്കുന്നു, സൃഷ്ടി നടത്തുന്നു, മരിച്ചു കഴിഞ്ഞ് ശിക്ഷിക്കുന്നു എന്ന കുട്ടിക്കഥയല്ല സനാതനധർമ്മം. അത് നാരായണ ഗുരുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം സനാതനധർമ്മി തന്നെയാണ്, ഇതര മതസ്ഥനല്ല. പിന്നെ ഒരു കാര്യം, അവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള ആശയ വൈപുല്യം നാരായണ ഗുരുവിന് എങ്ങനെ വന്നു? അദ്ദേഹം പ്രാക്ടീസിങ് ഹിന്ദു ആയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അദ്വൈത വേദാന്തം പഠിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഈ ചിന്ത വരും? എല്ലാം ഒന്ന് തന്നെ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മതമല്ലേ, അല്ലെങ്കിൽ ഒരേ ഒരു ധർമ്മമല്ലേ ശങ്കരാചാര്യർ പഠിപ്പിച്ച സനാതന ധർമ്മം? അത് ശങ്കരാചാര്യർക്ക് എവിടെ നിന്ന് അദ്വൈതം കിട്ടി? വേദത്തിൽ നിന്ന് കിട്ടി. അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് ഗീതാഭാഷ്യത്തിൽ ഉടനീളം വേദത്തിൽ നിന്ന് സുലഭമായി കോട്ട് ചെയ്യുന്നുണ്ട്. ഉപനിഷത്ത് ഭാഷത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. 10 ഉപനിഷത്തുകൾക്ക് ഭാഷ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് വൈദിക ധർമ്മമാണ്. അതിന്റെ ഒഴുക്കിൽ വന്ന അനേകം ആയിരക്കണക്കിന് ആചാര്യന്മാരിൽ ഒരു മഹാത്മാവാണ് നാരായണ ഗുരുസ്വാമി. അല്ലാതെ അദ്ദേഹം ബൗദ്ധനോ ക്രൈസ്തവനോ ഇസ്ലാമിയോ അല്ല. അദ്ദേഹം ഇവരെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം അദ്വൈത വേദാന്തം അദ്ദേഹത്തിന് സിദ്ധാന്തമായിട്ട് മാത്രമാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്നെങ്കിലും ശ്രീകൃഷ്ണനെ സ്തുതിക്കാൻ പറ്റുമോ? പിന്നെ അങ്ങ് വേറൊരു കാര്യം പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വിവേകാനന്ദൻ പോയി അദ്ദേഹം ദൈവമുണ്ടോ ചോദിച്ച് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസർ ബംഗാളി ബ്രാഹ്മണനാണ്, ഠാക്കൂറാണ്. വിവേകാനന്ദൻ കായസ്ഥനാണ്. എന്നിട്ടും അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ സ്വീകരിച്ചത് അദ്ദേഹത്തിനല്ലേ? അപ്പൊ ജാതി അന്ന് കാലത്ത് അത്ര അധികം ഉണ്ടായിരുന്നെങ്കിൽ രാമകൃഷ്ണ പരമഹംസർ എങ്ങനെ, ബ്രാഹ്മണനായ അദ്ദേഹം എങ്ങനെ സ്വന്തം മകനെ പോലെ വിവേകാനന്ദനെ സ്വീകരിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാതെ സനാതന ധർമ്മത്തെ 2 കല്ലെടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചേക്കാം എന്നല്ലാതെ മറ്റൊരു ഗുണവും അതിനില്ല. തുപ്പൽ ബിരിയാണി കഴിക്കാം. എന്തായാലും പിണറായി കാരണം സനാതന ധർമ്മത്തെക്കുറിച്ച്, വേദങ്ങളെ ഉപനിഷത്തുകളെ ഒക്കെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ലഭിച്ചു എന്നുള്ളതാണ്.